ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രനെയാണ്. അങ്ങനെ ചന്ദ്ര വിളിച്ച് ചോദിക്കുമോ രേവതിയോട്, രേവതി പാല് റെഡിയാണോന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇച്ചിരി വരാൻ താമസിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ചോദിച്ചതിന് മറുപടി ഇല്ലേ, നിനക്ക് ചെവിയൊന്നും കേട്ടൂടെ? എടി പാല് റെഡി ആയോന്ന്, ഞാൻ എത്ര നേരം ഇവിടെ കിടന്ന് അലറുന്നു. അത് പിന്നെ അമ്മ ഇതാ പാല് എന്ന് പറഞ്ഞ് പാല് കൊടുക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, മാവ് അരച്ചു വെച്ചോ നീ? അത് പിന്നെ അരച്ചു വെച്ചിട്ടുണ്ട് അമ്മേ. അത് കുറച്ചു നേരം ആയാലും അരച്ചു വെച്ചിട്ട്. അല്ല, ആ സിങ്കിലെ പാത്രങ്ങളൊക്കെ നീ കഴുകിയോ? അതും കഴുകി വെച്ചമ്മേ. അല്ല, നാളത്തെ കാപ്പിക്ക് അരി അരച്ചു വെച്ചായിരുന്നോ? അതൊക്കെ ചെയ്തു. ഇത് കേട്ടപ്പോ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി അവിടെ നിങ്ങൾ എണീറ്റ് വന്നു. സച്ചി ഇതെല്ലാം കേട്ടോണ്ടിരിക്കാം. എന്നിട്ട് സച്ചി ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ഹോട്ടലിലെ ഓണറെ പോലെ സംസാരിക്കുന്നത്? എല്ലാം ഇവള് തന്നെ ചെയ്യണോ? മറ്റേ രണ്ടു മരുമക്കളുടെ കയ്യിൽ എന്താ പൂ പൂത്തിട്ടുണ്ടോ? ഓ, വന്ന ഉടനെ നീ ഇവനെ കുത്തിവിട്ടല്ലേ? അതെ, ഇവക്ക് അങ്ങനെയുള്ള ശീലമൊന്നും ഇല്ലമ്മേ. രേവതിക്ക് പൂക്കടയില് ജോലിയുണ്ട്. ഇവിടുത്തെ എല്ലാ ജോലിയൊന്നും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രേവതി പറഞ്ഞു, ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ജോലിയൊക്കെ ഓരോന്ന് ചെയ്തു എന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കേണ്ട കാര്യം അമ്മയ്ക്കുണ്ടോ? ഇത് കേട്ടതേ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ചന്ദ്ര പാലുമായിട്ട് അങ്ങ് മേളിലേക്ക് കയറി പോയിട്ടോ. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടൻ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്ക് വേണ്ടിയല്ലേ രേവതി ഞാൻ പറഞ്ഞത്. ഇനി അതിനും കൂടി ചേർത്തേ ഞാൻ പിന്നീട് മേടിക്കേണ്ട വരും. എന്താ, നിന്റെ വായിൽ അമ്പഴങ്ങയുണ്ടോ? ഇങ്ങോട്ട് പറയുന്നതിന്റെ ഇരട്ടി മറുപടി അങ്ങോട്ടേക്ക് കൊടുക്കണം. ഓ, എന്നിട്ട് വേണം. നിനക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലേ അമ്മ എന്തെങ്കിലും പറയുമ്പോ എന്നോട് പറ, ഞാൻ ബാക്കി കാര്യം നോക്കിക്കോളാം. ഏതായാലും കേറി പോയിട്ടുണ്ട് റോക്കറ്റ് വിട്ട പോലെ. അല്ല, എല്ലാവരും കിടന്നോ? കിടന്നു സച്ചേട്ടാ. അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടില്ലേ ഇതുവരെ? സച്ചേട്ടൻ ഫ്രഷ് ആയിട്ട് കിടന്നോ? ഞാൻ ഇപ്പൊ വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, അത് പിന്നെ രേവതി. അപ്പൊ രേവതി ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവാണേ. പുള്ളിക്കാരൻ എന്തൊക്കെയോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ രേവതിക്ക് കൊടുക്കാനായിട്ട്. കാറൊക്കെ മേടിച്ചതിന്റെ ഒരു സന്തോഷത്തില്. ഏതായാലും അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു വലിയ നിരാശയിൽ നിൽക്കാണ് കേട്ടോ. ഏശേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്രനെയാ പിന്നെ കാണിക്കുന്നത്. ചന്ദ്ര ഇങ്ങനെ ഇരിക്കുക. അപ്പൊ രവീന്ദ്രനും അടുത്തുണ്ട്. രവീന്ദ്രൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ ചന്ദ്രൻ, നിന്റെ നാവ് കൊണ്ടുള്ള കരാട്ടെ ഒന്നും പഴയ പോലെ ഹേശുന്നില്ലല്ലേ? മറുപടി കിട്ടി തുടങ്ങിയല്ലേ? ദേ രവിയേട്ടാ, ഇരുന്ന് ചിരിക്കില്ലൂട്ടോ. അധികം ചിരിക്കണ്ട. ഹാർട്ടിന് അസുഖമുള്ളതല്ലേ. അതുകൊണ്ടേ മര്യാദക്കിരിക്കെ, ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടി വരും. എടീ, ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നല്ലേ പറഞ്ഞത്. നീ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ചിരിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ തമാശക്കൊന്നും ഒരു കുറവും ഉണ്ടാവത്തില്ല. നീ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സൃഷ്ടിച്ചോണ്ടിരിക്കുകയല്ലേ. എന്റെ പൊന്നു ചന്ദ്രേ, നിന്നെ സമ്മതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഭയങ്കര ചിരി. ഇത് കേൾക്കുമ്പോ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. ചന്ദ്ര പറഞ്ഞു, നിർത്തുന്നുണ്ടോ മനുഷ്യന്ന്? ചുമ്മാ മനുഷ്യനെ ഇട്ട് കളിയാക്കരുതേ. എങ്ങനെ കളിയാക്കാതെ ഇരിക്കുന്നു. അതായത് ഈ സമയത്ത് നമ്മുടെ സച്ചിനെ പിന്നെ കാണിക്കും. അപ്പൊ സച്ചി ഇങ്ങനെ കിടക്കാനായിട്ട് പായൊക്കെ ഇങ്ങനെ വിരിച്ചിടും. ഒരു ഹോളിലാണല്ലോ കിടക്കുന്നത്. അപ്പൊ പായൊക്കെ ഇങ്ങനെ വിരിച്ച് ഷീറ്റൊക്കെ വിരിക്കുക. എന്നിട്ട് നമ്മുടെ രേവതിനെ കാത്തിരിക്കപ്പോഴത്തേക്ക് രേവതി വന്നു കേട്ടോ. രേവതിയോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് അറിയണ്ടേ? നീ എനിക്ക് കാറ് മേടിച്ചു തന്നു. ആ സന്തോഷം പങ്കിടാന് ചെറിയ അളവില് നിനക്ക് എന്തെങ്കിലും ഞാൻ തരണ്ടേ? ദാ കണ്ടോ എന്ന് പറഞ്ഞ ആ കൂടെ എടുത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പൊ രേവതി ചോദിച്ചു, ഇത് എന്താ ഇത്? നീ തുറന്നു നോക്ക എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി പതുക്കെ എടുത്ത് കൂടി ഇങ്ങനെ തുറന്നു നോക്കാണ് കേട്ടോ. കൂട് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ നമ്മുടെ രേവതി ഞെട്ടിപ്പോയത്. അത്രമാത്രം ഞെട്ടാനൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെട്ട എന്തായിരിക്കും? വേറെ ഒന്നുമല്ല, കുറെ മുല്ലപ്പൂ. അപ്പൊ മുല്ലപ്പൂമാലയോന്ന് ചോദിച്ചേ രേവതിയെ. അപ്പൊ പറഞ്ഞു, അതെ മുല്ലപ്പൂമാല. ഇതെന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത് പിന്നെ ഇതെന്നും ഞാൻ കാണാറുള്ളതല്ലേ, എങ്കിലും സച്ചേട്ടൻ കൊണ്ട് തന്നതല്ലേ, എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. ഏതായാലും ഇത് ഞാൻ എന്റെ തലയിൽ വെക്കാന്ന് പറഞ്ഞപ്പോ, വേണ്ട, ഞാൻ തലയിൽ ചൂടി തരാന്ന് പറഞ്ഞു സച്ചി. എന്നിട്ട് രേവതിനെ തിരിച്ചിരുത്തിയിട്ട് തലയിൽ ചൂടി കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു സെൽഫി നോക്കിയിട്ട് ഇങ്ങനെ പറയാ, നോക്ക എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ രേവതി അതൊക്കെ ഇങ്ങനെ വെച്ച് ഫോണൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എന്തോ ഇന്ന് പ്രത്യേക ഒരു ഇതുണ്ട് ഈ ഒരു പൂ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അല്ല, ഞാൻ ശരിയായിട്ടല്ലേ വെച്ച് തന്നത്? അതേലോ, ശരിയായിട്ട് തന്നെയാ വെച്ച് തന്നത്. വേറെ എന്തോ ഒരു വാസന വരുന്നുണ്ടല്ലോ. വേറൊരു സാധനം കൂടിയുണ്ട്. എന്താ അത്? അത് നിനക്ക് ഇഷ്ടപ്പെടും. ദേ ഹലുവ. ഹൽവയോ? ഹൽവ. നിനക്ക് ഹൽവ ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാ ഞാൻ ഹൽവ മേടിച്ചത്. ഈ സമയത്ത് ആരെങ്കിലും ഹൽവ കഴിക്കുവോ സച്ചേട്ടാ? രേവതി ഈ സമയത്തും ഹൽവ കഴിക്കും. ദേ
ഹലുവ കഴിക്കുന്നതിനും മുല്ലപ്പൂ ചൂടുന്നതിനും ഒക്കെ ഇതാ കറക്റ്റ് ടൈം. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഈ സമയത്താ ഇത് കഴിക്കുന്നത്. മനസ്സിലായി മനസ്സിലായി സച്ചേട്ടൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. ആ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് ഹോളാണ്, അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്ക്. കുറെ സിനിമകളൊക്കെ കണ്ട് കെട്ടുപോയിട്ടുണ്ട് നിങ്ങള്. പിന്നെ ഞാൻ കെട്ടുപോയിട്ടൊന്നുമില്ല. നീ ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വേണ്ട, വയറിന് ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല. ഞാനിപ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് സച്ചേട്ടാ വേണ്ട സച്ചേട്ടാ, ഇത് നാളെ കഴിക്കാം. അല്ല രേവതി, എനിക്ക് വേണ്ടിയിട്ട് നീ കുറച്ച് കഴിക്കും. ഇത് ഫുള്ള് കഴിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് കഴിക്കാൻ പറയാ. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടൻ കൊണ്ടുവന്നതല്ലേ, സച്ചേട്ടൻ പറഞ്ഞതല്ലേ, എന്നാ പിന്നെ കുറച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ വർഷ ഫോൺ വിളിച്ചോണ്ട് വരുന്നത്. ആ അതെ 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 അതെ, വീട് മാറിയിട്ടൊന്നുമില്ല, ഈ വീട് തന്നെയാണെന്നേ, നിങ്ങള് ആ ഫ്രണ്ടിൽ നിൽക്കുക, ഞാൻ ഇപ്പൊ പുറത്തേക്ക് വരാന്ന് പറഞ്ഞിട്ട് വർഷ പുറത്തേക്ക് ഇല്ലാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വർഷനെ വിളിച്ചു കേട്ടോ. വർഷ, നീ എങ്ങോട്ടേ പോകുന്നത്? അയ്യോ, ഞാനെവിടെയും പോകുന്നില്ല, ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി ഞാൻ പോവുക. അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, ഈ സമയത്ത് എന്തിനാ ഫുഡ് ഓർഡർ ചെയ്തത്? അത് കഴിക്കാന്. അല്ല അത് പിന്നെ എന്തിനാ ഓർഡർ ചെയ്യുന്നത്? ചേച്ചി, എനിക്ക് വിശക്കുന്നു, നല്ല വിശപ്പ്, അതുകൊണ്ടാ. അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദോശ ഉണ്ടാക്കി തരില്ലായിരുന്നോ? ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. ചേച്ചി ഇപ്പം ബിരിയാണി ഉണ്ടാക്കി തരുമോ? ഇല്ലല്ലോ. ഉം അതേ, ഇതൊരു പ്രത്യേക തരം ബിരിയാണിയാ. ഈ ബിരിയാണി ഇവിടുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ഏതായാലും അത് മേടിച്ചിട്ട് വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്ത ബിരിയാണി വന്നത് മേടിക്കാൻ വേണ്ടി നമ്മുടെ വർഷ പോവുകയാണ്. ഏതായാലും പാവം സച്ചി എന്തൊക്കെയോ പ്രതീക്ഷയോട് കൂടെയൊക്കെ ഇരുന്നതായിരുന്നു. ശോ, എടാ ഈ സമയത്ത് ആരെങ്കിലും ബിരിയാണി കഴിക്കോ എന്നിങ്ങനെ നമ്മുടെ രേവതിയോട് സച്ചി ചോദിക്കുക. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വർഷ കഴിക്കും, അതല്ലേ വർഷം മേടിക്കാൻ പോയത്. അങ്ങനെ ബിരിയാണി മേടിച്ചിട്ട് നമ്മുടെ വർഷ തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ച് നമ്മുടെ വർഷ വന്നിട്ട് രേവതിയോട് ചോദിച്ചു, അതെ രേവതി ചേച്ചി, ചേച്ചിക്ക് ബിരിയാണി വേണോ? എനിക്ക് വേണ്ട മോളെ എന്ന് രേവതി പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷ അകത്തേക്ക് കയറി പോയിട്ടോ. അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി പാത്രമൊക്കെ എടുത്തു വെച്ച് വിശാലമായിട്ടിരുന്ന് ഹോളിൽ തന്നെ ഇരുന്നാണ് നമ്മുടെ വർഷ ബിരിയാണി കഴിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഇങ്ങനെ തലയൊക്കെ താഴ്ത്തിയിട്ട്, ഓ ശേ, ഇവക്ക് വേറെ എവിടെയും പോയിരുന്ന് കഴിക്കാൻ കണ്ടില്ല, ഇവിടെ തന്നെ വന്നിരുന്ന് കഴിക്കാനേ പറ്റിയുള്ളൂ. അല്ല സച്ചേട്ടൻ എന്താ വിചാരിച്ചേ? ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യന് കലി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് കിടക്കുക. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഹലുവ. ഹലുവയല്ല, ഉലുവ ഉലുവ, എനിക്ക് വേറെ പണിയില്ലേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യം വന്ന് തിരിഞ്ഞു കിടന്നു. പിന്നെ രേവതിയും കിടന്നു കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ പാട്ടൊക്കെ പാടി കിടക്കുക. നമ്മുടെ രേവതി സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട്, ഇത് എന്താ തബല വായിക്കുന്നത്? ഹൽവ കഴിക്കണ്ടേ? ഹൽവ ഹൽവ കഴിക്കാം. ഹൽവ കഴിക്കേണ്ട കറക്റ്റ് ടൈം ഇപ്പഴാ. അതെ സജ്ജേട്ടാ, ഇപ്പഴല്ലേ ഹൽവ കഴിക്കേണ്ട കറക്റ്റ് ടൈം. വാ നമുക്ക് കഴിക്കാം. എന്റെ പൊന്നു രേവതി, നീ മിണ്ടാതെ കിടക്കുന്നുണ്ടോ? കണ്ടില്ലേ ഒരു സാധനം വന്നിരുന്ന് ബിരിയാണി കഴിക്കുന്നത്? ഇപ്പോഴേ ഹലുവ കഴിക്കേണ്ട ടൈമല്ല, ബിരിയാണി കഴിക്കേണ്ട ടൈമാന്ന്. ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനെയും കാണിക്കുന്നത്. സോറി, രവീന്ദ്രനെയും ചന്ദ്രനെയും കാണിക്കുന്നത്. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രൻ, നീ എന്താണ് ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? നീ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്ക്. ഞാൻ കിടന്നോളാം, നിങ്ങൾ കിടക്ക്. ഓ, രേവതി ആണെങ്കിൽ കുടിക്കാനുള്ള വെള്ളം പോലും എടുത്തു വെച്ചിട്ടില്ല, അഹങ്കാരി. ഓഹോ രേവതി, എന്തൊക്കെ ചെയ്യണം? നിനക്ക് കുടിക്കാനുള്ള വെള്ളം നിനക്കെടുക്കാലോ. അയ്യോ, പുന്നാര മരുമകളൊന്നും പറയാൻ പാടില്ലല്ലോ, അപ്പൊ തുടങ്ങും. അതെ, അവൾ എന്റെ പുന്നാര മരുമകളല്ല, പുന്നാര മോളാ. ഒരു മോള് അണ്ണാൻ കട്ട. രാത്രി രേവതി പുരാണം പറയാതെ കിടന്ന് ഉറങ്ങും മനുഷ്യ. ഞാൻ പോയി വെള്ളം എടുത്തോളാം. ദൈവമേ, കൂടുതലൊന്നും ഇങ്ങോട്ട് സംസാരിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ, ഓ ഇങ്ങനെയും ഉണ്ടോ പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങ് കിടന്നു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പോയി വെള്ളം എടുക്കാണ്. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ എന്റെ അലുവ, എന്റെ ഉലുവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങ് കിടക്കാണ്. രേവതി ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് കിടക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി എത്തി. എങ്ങോട്ടേക്ക്? ഹോളിലേക്ക്. എന്തിന്? വെള്ളം എടുക്കാൻ വേണ്ടി വന്ന ചന്ദ്രമതി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെ വർഷ ഇരുന്ന് ബിരിയാണി കഴിക്കുക. അപ്പം ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു, ഇതെന്താ മോളെ, നീ ഈ പാതിരാത്രി ഇരുന്ന് ബിരിയാണി കഴിക്കുന്നത്? ഈ രാത്രി ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? അത് പിന്നെ അമ്മേ, എനിക്ക് നല്ല വിശപ്പായിരുന്നു, പിന്നെ ഈ ബിരിയാണിയെ എനിക്ക് കഴിക്കാൻ തോന്നി, അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്താ. ഒരു കാര്യം ചെയ്യ്, അമ്മ എന്നല്ലാട്ടോ, ആന്റി കൂടി ഇവിടെ ഇരിക്കെ, ഞാൻ ഈ ബിരിയാണി ആന്റിക്കും തരാന്ന് പറഞ്ഞപ്പം, അയ്യോ അത് ഈ രാത്രി, അതിനിപ്പോ എന്താ രാത്രി ബിരിയാണി കഴിക്കുന്നതിന്? ആന്റി ഇവിടെ ഇരിക്കുന്നേ, വാ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. അല്ല ശ്രീകാന്ത് എന്തേ? ശ്രീകാന്ത് കിടന്നുറക്കാം. ഇനി ശ്രീകാന്തിനെ ഞാൻ വിളിച്ചെണീപ്പിച്ച് ശല്യം ചെയ്യുന്നൊന്നുമില്ല. ആന്റി വാ, ആന്റിക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രനെ അവിടെ പിടിച്ചിരുത്തി കേട്ടോ. ചന്ദ്രയ്ക്ക് ബിരിയാണിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഒരു വലിയ ലെഗ് പീസ് നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയപ്പോൾ ചന്ദ്ര പറഞ്ഞു, അയ്യോ മോളെ, ഇത് ലെഗ് പീസ് അല്ലേ?
ഇതെനിക്ക് വേണ്ട, ഇതൊക്കെ കുട്ടികൾ കഴിക്കുന്നതല്ലേ. ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഇത് അമ്മ കഴിക്കുക, എനിക്ക് ലെഗ് പീസ് വേറെ രണ്ടെണ്ണം ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ലെഗ് പീസൊക്കെ കൂട്ടി നല്ല ആസ്വദിച്ചിരുന്ന് നമ്മുടെ ചന്ദ്ര ബിരിയാണി അങ്ങ് കഴിക്കുകയാണ്. അയ്യോ, നമ്മുടെ സച്ചിക്ക് കലി വരികയാണ് കേട്ടോ ഇത് കണ്ടിട്ട്. അത് കണ്ടാൽ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലി വരും. ആ രീതിയിലാണ് ചന്ദ്ര ബിരിയാണി കഴിക്കുന്നത്. ചന്ദ്ര ബിരിയാണി അല്ല, വെറുതെ ചോറ് കഴിച്ചാൽ കൂടി നമുക്ക് കലി വരും. ഏതായാലും അത്രയും സമയം നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വേസ്റ്റ് ആയി എന്നുള്ളതാണ്. സച്ചിയാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഇവര് പോകുന്നുണ്ടോ എന്ന്. എവിടെന്ന് അവിടെ ഇരുന്ന് ആസ്വദിച്ചിരുന്ന് ബിരിയാണി കഴിയോ, ബിരിയാണി കഴി. അലുവയും ഉലുവയും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല വെള്ളം എടുക്കാൻ വേണ്ടി ഇത്രയും സമയം വേണോ? അത് പിന്നെ വർഷ ബിരിയാണി മേടിച്ചിരുന്നു, അതിൽ നിന്ന് കുറച്ച് ഞാനും കഴിച്ചു. എടി, ഈ സമയത്തൊക്കെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ദഹിക്കോ? അതൊക്കെ ദഹിച്ചോളും. ദഹിക്കും ദഹിക്കും എന്റെ പൊന്നു ചന്ദ്രൻ. അവൾക്ക് ചെറിയ വയസ്സാ, അവക്ക് ദഹിക്കും, പക്ഷെ നിനക്ക് ദഹിക്കത്തില്ല. അയ്യാ, പിന്നെ എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ല, എനിക്ക് അത്രയ്ക്ക് വയസ്സായോ? നമ്മുടെ കല്യാണ സമയത്തെ ആ ചെറിയ പെണ്ണിനെ എന്തിനാ അദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുത്തതെന്ന് എല്ലാവരും ചോദിച്ചത്. ഹാ, നമ്മള് തമ്മിലെ 10 വയസ്സിന് വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ മറന്നു പോവല്ലേ. ഈ സമയത്ത് ബിരിയാണിയല്ല കുഴിമന്തി കഴിച്ചാലും എനിക്ക് ദഹിക്കും. ആ, കാണാം കാണാം, എനിക്ക് വയസ്സ് എത്രയായിന്നാ നിങ്ങളുടെ വിചാരം? എനിക്ക് ഇത്ര വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നിങ്ങള്. അടുത്ത രേവതി പുരാണമായിട്ട് ഇനി വരരുത് ദേവി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനെ അവിടെ അടിച്ചൊതുക്കി കിടത്തി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയും കിടന്നു. ഏതായാലും നമ്മുടെ സച്ചിനെ രേവതിനെയാണ് വീണ്ടും കാണിക്കുന്നത്. അങ്ങനെ രേവതി പകുതി ഉറക്കമായിട്ടോ ഈ സമയത്ത്. അങ്ങനെ നമ്മുടെ സച്ചി എണീറ്റിട്ട്, രേവതി എണീറ്റേ എണീറ്റേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ രേവതി ചോദിച്ചു, എന്താ സച്ചേട്ടാ ഇത്, എന്താ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? കുന്തം, അതേ, ഞാന് ഹലുവ മേടിച്ചോണ്ട് വന്നിട്ട് അത് കഴിക്കട്ടെ നിനക്ക്? അത് പിന്നെ വേണ്ട സച്ചേട്ടാ, സമയം കുറെ ആയില്ലേ. ആ, അതെ, നീ നേരത്തെ പറഞ്ഞൊക്കെ മറന്നോ? ഭാര്യ ഭർത്താക്കന്മാര്. ഓ, എനിക്ക് മനസ്സിലായി സച്ചേട്ടാ, മിണ്ടാതിരിക്കുക, ഞാൻ കഴിച്ചോളാം. എന്നാ ഇന്നാ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്ക് കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, അല്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പോവാണോ? ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം. സച്ചേട്ടൻ ഇവിടെ ഇരിക്കുക താ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹലുവയും എടുത്തുകൊണ്ട് നമ്മുടെ രേവതി നേരെ കിച്ചണിലേക്ക് പോകും. അപ്പൊ ആ ഡൈനിങ് ടേബിളിലേക്ക് ഹലുവ വെച്ചിട്ടാണ് കിച്ചണിലേക്ക് പാത്രം എടുക്കാൻ പോയത്. നമ്മുടെ സച്ചിയാണ് സന്തോഷത്തോടു കൂടി ഇരിക്കുക, ഇപ്പൊ നമ്മുടെ രേവതി വരുമല്ലോ ഹലുവയൊക്കെ ആയിട്ടെന്നൊക്കെ ഓർത്ത്. ഏതായാലും അപ്പോഴത്തേക്കും ആണ് അടുത്ത രണ്ടുപേര് വരുന്നത്. വേറെ ആരുമല്ല, അടുത്ത രണ്ടുപേരല്ല, അടുത്ത ഒരാൾ വരുന്നത് നമ്മുടെ സുധി. സുധിക്ക് ഭയങ്കര ദാഹം, സുധിയും വെള്ളം കുടിക്കാൻ വരിക. ഇത് സച്ചി കണ്ടു. ഇത് സച്ചി കണ്ടതും, അയ്യോ, ഇവനൊന്നും ഉറക്കമില്ല എന്റെ ഈശ്വര, വരുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ വരും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചി പുതച്ച് മൂടി കിടന്ന് ഉറങ്ങിട്ടോ. അപ്പോഴാണ് സുധി പെട്ടെന്ന് മേശപ്പുറത്ത്, അതായത് ഡൈനിങ് ടേബിളിൽ എന്തോ ഇരിക്കുന്നത് ശ്രദ്ധിച്ചത്. ഏ, ഇതെന്താ, ഇത് ഹലുവയല്ലേ എന്ന് പറഞ്ഞോണ്ട് പതുക്കെ വന്ന് ആ ഹലുവ ഇങ്ങനെ എടുത്തു. സച്ചി പതുക്കെ പുതപ്പൊക്കെ ഇങ്ങനെ പൊക്കി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സുധി ഹലുവ എടുത്ത് കഴിക്കുക. എന്റെ പൊന്നെ, എന്റെ ഹലുവ പോയല്ലോ എന്ന് പറഞ്ഞ് സച്ചി ഇതെല്ലാം കിടന്ന് കാണുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ആണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും സച്ചി തലവടി മൂടി കിടക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും ഉറങ്ങിക്കോ എന്ന് മനസ്സില്. എന്നിട്ട്, എടി സുധി, സുധി അല്ല ശ്രുതി, ശ്രുതി ഇങ്ങ് വന്നേ, ദേ ഹലുവാന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നു. ശ്രുതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഈ ഹലുവ ശ്രുതിക്കും കൂടെ കൊടുക്കുകയാണ്. സച്ചിയുടെ സകല കൺട്രോളും പോയില്ല. എന്റെ ഈശ്വര, എന്റെ ഹലുവ, ഞാൻ ആശിച്ചു മോഹിച്ചു മേടിച്ച എന്റെ ഹലുവ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ, ഓ, നല്ല സമയത്താ വെള്ളം എടുക്കാൻ വന്നത്. അപ്പൊ ശ്രുതി ഇറങ്ങി വന്നു. ശ്രുതി ഇറങ്ങി വന്നിട്ട്, എന്താ ശ്രുതി? അതെ, നീ ഇവിടെ വന്നേ, നീ ഇങ്ങോട്ടൊന്ന് ഇരിക്കുന്നേ, നമുക്കേ ഇത് കഴിച്ചിട്ട് വെള്ളം എടുക്കാം. ഇതെന്താ ഹലുവയോ? അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിൽ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുവാണ് കേട്ടോ. അയ്യോ, ഹലുവ, സച്ചേട്ടൻ മേടിച്ച ഹലുവ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നിൽക്കുക. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് സുധിയോട്, ഇപ്പൊ ഇത് കഴിക്കണോ? അത് പിന്നെ ഹലുവ കഴിക്കാനേ ഈ നേരവും കാലമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ തോന്നുന്നത് എന്താണോ അത് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോ തന്നെ കഴിക്കണം. അതേ, ഇതിപ്പോ ഇവിടെ ഇരിക്കുമല്ലായിരുന്നോ, ഇത് നമുക്ക് വിധിക്കപ്പെട്ടതാ, ഇത് നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, അതിലൊരു പീസ് എടുത്ത് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുന്നു. ശ്രുതി ഒരു പീസ് എടുത്ത് ശ്രുതിക്ക് കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നു. ഓരോ ഹലുവ പീസ് അകത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ പ്രാണം പോകും. അയ്യോ, എന്റെ ഹലുവ, ഇവനെ ഞാൻ കൊല്ലും, ഈശ്വര, ഇവനെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു, ഇവനെ എപ്പോഴും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ തോന്നുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അല്ല, സച്ചി ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി ആണെങ്കിൽ കിച്ചന്റെ വാതിലിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് ഇവർ രണ്ടുപേരും കഴിക്കുന്നത്. ഇവർ രണ്ടുപേരും കഴിക്കുന്ന സ്റ്റൈലോ അത് അതിലും വലിയ രസമാണ്. കൈയൊക്കെ കോർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നല്ല റൊമാൻസിലൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ചോർച്ചിൽ വരാതിരിക്കത്തില്ല, സച്ചിക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ രേവതിയോട് സച്ചി ചോദിക്കുക, നീ എന്ത് പണിയാ രേവതി കാണിച്ചത്? അത് പിന്നെ സച്ചി ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രേവതിക്ക് ഉറക്കെ ഒന്നും പറയാനും പറ്റത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, മിണ്ടരുത് സച്ചേട്ടാ, മിണ്ടരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ സച്ചി ഒത്തിരി ഒന്നും മിണ്ടാൻ പോയില്ല. സച്ചി നേരെ കിടന്നിട്ട് പുതപ്പ് കൊടുത്ത് അങ്ങോട്ട് മൂടി കേട്ടോ. ഇനി സച്ചിക്ക് അത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഹലുവയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ സുധിയും ശ്രുതിയും കേറി പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പതുക്കെ വന്നിട്ട് സച്ചേട്ടാ സച്ചേട്ടാന്ന് വിളിച്ചു. ദേ മര്യാദയ്ക്ക് ഇരുന്നോണം, പൊക്കോണം, എനിക്ക് കലി വരുന്നുണ്ട്. അവക്ക് ഹലുവ പാത്രമില്ലാതെ കഴിക്കത്തില്ലായിരുന്നു, ഇപ്പൊ എന്താ പറ്റിയത്? വല്ലോരും തിന്നില്ലേ അത്? ഞാൻ മേടിച്ചോണ്ട് വന്ന ഹലുവ, അത് അവനും അവളും കൂടെ അത് ഒരുമ്പെട്ട കഴിക്കലല്ലേ കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാഗി കിടക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ കേട്ടോ. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ അടുത്ത വിശേഷത്തിനായിട്ട് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും കയറി കണ്ടില്ലെങ്കിൽ അതും കൂടെ കയറി കണ്ടോളൂ കേട്ടോ. ഞാൻ 1 വീക്ക്, അതായത് ഒരാഴ്ചയിലെ ഫുൾ കഥ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ഇനി ഇടാൻ പോകുന്നത് നയനയുടെയും ആദർശിന്റെയും കഥയാണ്. അതുമായിട്ട് കാണാമോ. അപ്പൊ ലൈക്ക് അടിക്കാതെ പോലെ. ടാറ്റാ, ബൈ ബൈ.